ഏതാണ് ആ സമയം? നിങ്ങൾ ആ സമയത്ത് പെൺകുട്ടിയെ കണ്ടവരല്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല, പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ എന്താണ് ഈ അസാധാരണം? അത് അത് പിന്നെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം എന്താണ്? ഈ അസാധാരണം ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാര ബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം.